कमलायतलोचनलोकपते विजयी भव वेङ्कटशैलपते कमलाकुचूचुककुङ्कुमतो नियतारुणितातुलनीलतल नमः शिवाय। नर्मदे हर। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. നമുക്കെല്ലാവർക്കും ഒരു കർമ്മം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കർമ്മം എന്താണ് എന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരു തലത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഭഗവാൻ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. ആ കർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോഴാണ് നമ്മുടെ ഈ കലിയുഗത്തിലെ മായയിൽ അധപതിച്ച് പല പല പ്രശ്നങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്കറിയാം, ഒരു സാധാരണ ഒരു വ്യക്തി ആ വ്യക്തി ജീവിക്കുന്ന തലം ഒരു ടൈം ടേബിൾ പോലെയാണ് അവൻ്റെ ജീവിതം. പക്ഷെ യഥാർത്ഥ കർമ്മം, ഭഗവാൻ തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മം മനസ്സിലാക്കണമെങ്കിൽ അത് സിദ്ധർ വഴിപാടുകളിലൂടെ മാത്രമേ നമുക്കത് പ്രാപ്തമാവുള്ളൂ. വൺസ് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് ശാന്തമായിട്ട് ആസ്വദിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നത്തിലുള്ള ഇടവരാതെ നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എത്രത്തോളം കൊണ്ടുപോകാമോ അത്രത്തോളം കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് സാധാരണ നാം ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ഒരു ഗുരു നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ നാം അതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് ദീക്ഷ എന്ന് പറയുന്ന, അതേപോലെ ഗുരുവര്യ എന്ന് പറയുന്ന തലങ്ങളിലേക്ക് പോകുമ്പോൾ കാശ് ഒഴുകുന്ന വഴി നമുക്കറിയാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് സിദ്ധന്മാർ ശക്തിപീഠം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് തിരുവണ്ണാമലൈ, കൊള്ളിമലൈ, മരുതുമലൈ, പഴനിമലൈ, തിരുപ്പതി, ശ്രീരംഗം, അതുപോലത്തെ സിദ്ധന്മാർ അവിടെ സമാധി വരിക്കുകയും ചെയ്യുന്നതാണ് ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ മാസത്തിൽ 30 ദിവസമുണ്ടെങ്കിൽ 2 ദിവസം ഈ ഏതെങ്കിലും ശക്തിപീഠങ്ങളിൽ പോയി ധ്യാനിക്കാനിരുന്നു കഴിഞ്ഞാൽ അതൊരു റൂട്ടീനായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എന്തായിരുന്നു എന്നുള്ളത്, എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്.
ബാക്കിയുള്ള 28 ദിവസവും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഓരോ കാര്യങ്ങൾ മാറി. കാരണം നമ്മുടെ കർമ്മദോഷങ്ങൾ, പൂർവജന്മ കർമ്മദോഷങ്ങൾ, അതൊക്കെ മാറ്റാൻ കഴിവുള്ള പ്രാപ്തിയുള്ളവരാണ് സിദ്ധന്മാർ. ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഘടകം കൂടിയാണ് സിദ്ധന്മാർ ചെയ്യുന്നത്. ഇപ്പോൾ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. പിന്നെ ഈ സിദ്ധയുഗം എന്ന് ഞാൻ പറഞ്ഞു, അതിനർത്ഥം ചിലർ ചോദിക്കുകയുണ്ടായി, യുഗങ്ങൾ 4 ഉള്ളൂ. സിദ്ധയുഗം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ 4 യുഗം കവർ ചെയ്ത് വേറൊരു യുഗം എന്നല്ല. നമുക്കറിയാം, മനുഷ്യ നന്മയ്ക്ക് അവർ ജന്മമെടുക്കാൻ തുടങ്ങുന്ന യുഗം, കലിയുഗത്തിലെ ഒരു യുഗമാണ് സിദ്ധയുഗം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പത്മഗിരി ബാബ, റാം സൂരത് കുമാർ, ശ്രീനാരായണ ഗുരു, പ്രഭാകര സിദ്ധയോഗി, ഇവരൊക്കെ 18 സിദ്ധന്മാരുടെ അവതാരങ്ങളാണ്. അവരിങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും, അവതാരങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ദൈവത്തിൻ്റെ, ശിവത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ, ഭഗവാന്റെ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അവരെല്ലാ യുഗത്തിലും അവതാരങ്ങൾ എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് സിദ്ധയുഗം തുടങ്ങി എന്ന് ഞാൻ പറയുന്നത്. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് അവർ ഈ പറയുന്ന അവതാരങ്ങളെടുത്ത് മനുഷ്യരെ നേർവഴി കാട്ടുവാൻ ശ്രമിക്കുന്നതും. മനുഷ്യരാശി ഈശ്വരൻ്റെ അംശം ഇല്ലാതാകുന്ന ഘട്ടങ്ങളാണ് നാം ഇന്ന് കാണുന്നത്. പക്ഷെ അത് വിപത്തിലേക്ക്, ഇപ്പോൾ വയനാട് ദുരന്തം നിങ്ങൾ കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ടാവും ചിലവർ. ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. അഗസ്ത്യരുടെ സ്ഫടികലിംഗം അത് മനുഷ്യന് പ്രാപ്തമാക്കാൻ തുനിഞ്ഞതിൻ്റെ ഘടനയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. പക്ഷെ അതാർക്കും മനസ്സിലായില്ല. അതേപോലെയാണ് നമ്മുടെ മൂന്നാറിൽ ആദിവാസി ഏരിയയിൽ ഉണ്ടായതും. അവിടെയും നമ്മുടെ പുലിപ്പാനിയുടെ ശിവലിംഗം ആദിവാസി എടുത്തു. 3-ാമത്തെ ദിവസമാണ് അവിടെ ഉരുൾപൊട്ടിയത്. പക്ഷെ ആ പുള്ളിക്ക് അതറിയില്ല, നിഷ്കളങ്കനാണ്. ഇപ്പോഴും പുള്ളി പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെഡ്ഡുകൊടിയിൽ. പക്ഷേ വയനാടിൽ നടന്നത് ഈ പറയുന്ന പഴയ വിഗ്രഹങ്ങൾ, ആൻറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇരട്ടി വിലയ്ക്ക് പുറത്ത് വിൽക്കുന്ന ഒരു ലോഭി ഈ ശിവലിംഗം, ഒളിഞ്ഞിരുന്ന ശിവലിംഗത്തെ പ്രാപ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ അനുഭവിക്കേണ്ടി വന്നത് നിഷ്കളങ്കരായ മനുഷ്യജീവനാണ്. പക്ഷെ പ്രകൃതിയുടെ സ്വത്ത്, സിദ്ധന്മാർക്ക് സിദ്ധന്മാരുടെ സ്വത്ത് സൂക്ഷിക്കാൻ അറിയാം. പക്ഷേ അത് പ്രകൃതി വിരുദ്ധമായിട്ട്
വരുമ്പോഴാണ് അവർക്ക് കോപം എന്നുള്ള ഒരു തലം വരുന്നത്. ഭഗവാൻ അഥവാ ഭഗവാൻ കോപം വന്നാൽ അല്ലെങ്കിൽ ഭഗവാൻ ശപിച്ചാൽ സിദ്ധന്മാരാൽ ആ ശാപം മാറ്റപ്പെടും. പക്ഷെ സിദ്ധന്മാർക്ക് കോപം വന്നാൽ ഭഗവാനെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. കാരണം ഭഗവാന്റെ പൂർണ്ണഭാവമാണ് സിദ്ധന്മാർ. പ്രാക്ടിക്കലായിട്ടുള്ള അവതാരങ്ങൾ എടുത്തിട്ടുള്ളവരാണ്. അവർക്ക് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അവർക്ക് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. പരമ അധികാരം അവർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരോരോ സ്ഥലത്ത് ശക്തിപീഠമാക്കി വെക്കുന്നത് അവരുടെ ഓരോ മൂല്യങ്ങളാണ്. ചിലപ്പോൾ ശിവലിംഗമാകാം, ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഘടകങ്ങളാകാം. ഇപ്പോൾ പഴനിയിൽ നവപാഷാണശില ഭോഗറിൻ്റെ തന്നെ ശക്തിപീഠമായിട്ട് വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു നെഗറ്റീവ് വന്നാൽ അത് സോൾവ് ചെയ്യാനും അവർക്കറിയാം. മനുഷ്യൻ്റെ ഒരു സഹായവും ഭഗവാന് ആവശ്യമില്ല. അതേപോലെ സിദ്ധന്മാർക്കും ആവശ്യമില്ല. കാരണം അവർക്ക് എല്ലാ സിദ്ധികൾ കൈമുതലായിട്ടുള്ളവരാണ്. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും എല്ലാം അവരുടെ കൂടപ്പിറപ്പുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു ഗുരുവില്ല എന്ന് നാം മനസ്സിൽ ശങ്കിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാതെ അവരെ ആശ്രയിക്കുക. നിങ്ങൾ ഓരോ മാസവും പോകും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ എളുപ്പത്തിൽ ഫാസ്റ്റായിട്ടായിരിക്കും കാര്യങ്ങൾ. പിന്നെ നിങ്ങളിൽ തന്നെ പല പല കഴിവുകൾ പ്രകടമാകും. ഈ പറയുന്ന കുണ്ടലിനി യോഗ എന്ന് പറയുന്ന കുണ്ടലിനി എനർജി, ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ കുണ്ടലിനി എല്ലാ ചക്രങ്ങളും ആക്ടിവേറ്റ് ആണ് എന്നുള്ളത് നാം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ചില കോഴ്സുകളുണ്ട് കുണ്ടലിനി ചക്രങ്ങൾ ഉണർത്തിത്തരാമെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ചെന്ന് പെടരുത്. കാരണം ഈ ഓരോ ചക്രങ്ങൾ നമ്മുടെ ഓരോ അവയവങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. ആ ചക്രങ്ങൾ നമ്മളിൽ ഉണർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഓരോ അവയവങ്ങൾ ചലിക്കുന്നത്. വൺസ് അത് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ആ ശരീരത്തിൽ നിന്നും ആത്മാവ് വേറിട്ടു എന്നുള്ളതാണ്. മനുഷ്യഭാഷയിൽ പറഞ്ഞാൽ മരണം, ശരീരത്തിൻ്റെ മരണം. അപ്പോൾ ഈ പറയുന്ന കുണ്ടലിനി എനർജിയെ ഒന്നുകൂടി ബൂസ്റ്റ് ആകുന്നതും അതാണ് അഷ്ടമസിദ്ധികൾ എന്ന് പറയുന്നത്. അഷ്ടമസിദ്ധികളുടെ നാഥന്മാരാണ് സിദ്ധന്മാർ. അതുകൊണ്ടാണ് സിദ്ധികൾ ലഭിച്ച പരമ ആത്മാക്കളാണ് സിദ്ധന്മാർ. അവരെ വഴിപ്പെടാനുള്ള മാർഗമാണ് ഇതേപോലെ അവർ നമുക്കായിട്ട് പകർന്നു തന്നിട്ടുള്ള എനർജി പോയിൻറ്റ്സിൽ നമ്മൾ പോയി ധ്യാനിക്കുക. ഓരോ പ്രാവശ്യം പോകും തോറും നമ്മളിൽ നല്ല മാറ്റങ്ങൾ നമുക്ക് തന്നെ പ്രകടമാവും. പല പല ജ്ഞാനങ്ങൾ അവർ നമ്മളെ വൈബ് ചെയ്യും. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അവരൊരിക്കലും ഡയറക്റ്റായിട്ട് വന്ന് ഒരിക്കലും പ്രകടമാവത്തില്ല. ചിലപ്പോൾ ഏതെങ്കിലും ജീവിയായിട്ടോ. ഇപ്പോൾ അവർ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചില ഗന്ധങ്ങൾ, ചന്ദനം, ജവാദ്, വിഭൂതി, മണങ്ങൾ, ഇവ നമുക്ക് സെൻസ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ സറൗണ്ടിങ്സിൽ അവരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ശക്തിപീഠങ്ങളിൽ പോയി ഇരുന്ന് ധ്യാനിക്കാൻ പറയുന്നതിൻ്റെ മെയിൻ
റീസൺ എന്ന് പറഞ്ഞാൽ, മറ്റുള്ള നമ്മൾ വീട്ടിലിരുന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തുറസായ സ്ഥലത്ത് പോയിരുന്ന് ധ്യാനിക്കുന്നതും ഈ എനർജി പോയിൻറ്റ്സിൽ ചെന്ന് ധ്യാനിക്കുന്നതും രണ്ടാണ്. കാരണം അവിടെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് ഏകാഗ്രതമാവും. മാത്രമല്ല സിദ്ധന്മാർക്ക് നമ്മളിൽ മേൽ പല വൈബും ചെയ്യാനുള്ള ഏരിയ കൂടിയാണ്. അവരൊരിക്കലും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വരാൻ ഇഷ്ടപ്പെടാത്തവരാണ് സിദ്ധന്മാർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ എനർജി പോയിൻറ്റ്സിൽ ശക്തിപീഠങ്ങളിൽ പോയി ധ്യാനിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു ഗുരു തുല്യനായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നർമ്മദ പരിക്രമണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. 6 മാസം എടുക്കും ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ. അപ്പോൾ ഞാൻ പരിക്രമണം ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സാധുക്കളെന്ന് പറഞ്ഞാൽ 8ഉം 10ഉം 12ഉം പരിക്രമണം ചെയ്തവരാണ്. അപ്പോൾ അവരുടെയൊക്കെ സിദ്ധികളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന നർമ്മദാ തീരത്ത് ധാരാളം സിദ്ധന്മാർ ജന്മമെടുത്തിട്ടുള്ളവരാണ്. അവരൊക്കെ പരിക്രമണം ചെയ്ത് സിദ്ധി ആർജിച്ചവരാണ്. അതിൽ മെയിൻ ആള് നീം കരോലി ബാബ എന്ന് പറയുന്നത്. വളരെ പ്രശസ്തനായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ തന്നെ അംശമെന്ന് പറയാം. പിന്നെ സിയാറാം ബാബ, ഇവരൊക്കെ നർമ്മദാ പരിക്രമണം ചെയ്ത് സിദ്ധിയാർജിച്ചവളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എനർജി പോയിൻറ്റ്സിൽ നാം ഈ പറയുന്ന എല്ലാ മാസവും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പൂർണ്ണ ജ്ഞാനിയാവുകയും പൂർണ്ണ സിദ്ധിയാവുകയും ചെയ്യുക. അതിൽ പരം മാറ്റം എന്താണ് ഒരു മനുഷ്യന് വേണ്ടത്? മാത്രവുമല്ല, നാം അവിടെ പോയി സിദ്ധി ആർജിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ബെനിഫിറ്റാണ്. കാരണം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട മൃദു സൗരഭ്യം എന്നുള്ളതാണ്. നമ്മളിൽ അറിവുകൾ അവർ വൈബ് ചെയ്യുമ്പോൾ ആ അറിവുകൾ നമ്മളിലൂടെ വരുന്ന തലമുറയ്ക്ക് കൂടി ദീക്ഷ കൊടുക്കുന്നു എന്നുള്ള മാറ്റം കൂടി നമുക്കവിടെ ദൃശ്യമാണ്. അതും മാത്രവുമല്ല, ദൈവം നമുക്ക് തന്നിട്ടുള്ള കർമ്മമണ്ഡലം കൂടി നമുക്ക് മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവണ്ണാമല എന്നുള്ള ആ ശക്തിപീഠം മനസ്സാൽ ഗ്രഹിച്ചാൽ തന്നെ മോക്ഷമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഡയറക്റ്റ് ചെന്നാലുള്ള എനർജി എന്താണെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന ഓരോ ശക്തിപീഠങ്ങൾ, എനർജി പോയിൻറ്റ്സുകൾ സിദ്ധന്മാരെ കൽപ്പിച്ചിരിക്കുന്നത് അവരുടെ സമാധിയിൽ നിന്നുകൊണ്ട്. ഇപ്പോൾ തിരക്കുള്ള ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് ഒന്ന് കണ്ണോടിച്ചാൽ, ഇപ്പോൾ ചിദംബരത്ത് സിദ്ധന്മാരായിട്ടുള്ള സമാധിയുണ്ട്, പഴനിയിലുണ്ട്, തിരുവണ്ണാമലയിലുണ്ട്, തിരുപ്പതിയിലുണ്ട്. ഇവിടങ്ങളിലൊക്കെ സിദ്ധന്മാരുടെ സമാധിയാണ്. ഇവിടങ്ങളിലൊക്കെ 365 ദിവസവും തിരക്കാണ്. പതാഞ്ജലി മുനിയുടെ സമാധിയാണ് ഈ പറയുന്ന ചിദംബരം. പഴനിയിൽ ഭോഗർ പുലിപ്പാനി സമാധി.
തിരുപ്പതിയിൽ കൊങ്കണവർ സിദ്ധൻ്റെ സമാധി. അപ്പോൾ സിദ്ധന്മാരുടെ സമാധിയാണ് ഈ പറയുന്ന തിരക്ക് അവിടെ അനുഭവപ്പെടാനുള്ള കാരണം. അതുകൊണ്ടാണ് ഈ പറയുന്ന എനർജി പോയിന്റ്സിൽ നാം ധ്യാനിക്കുവാൻ വേണ്ടി വിനിയോഗിക്കുക. അതേപോലെ നമുക്ക് കിട്ടുന്നതോ അവരുടെ സിദ്ധികളാണ് അവർ നമുക്ക് വൈബായി തരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കും. ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ പ്രസൻസ്, ചന്ദനം, ഗന്ധം, ജവാദിൻ്റെ ഗന്ധം, വിഭൂതിയുടെ മണം, ഇവയൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർക്ക് അതൊന്നും സെൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് സെൻസായി തോന്നുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ അവർക്ക് വഴിപ്പെടാൻ വന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പറയുന്ന എനർജി പോയിന്റ്സിൽ നമ്മൾ എല്ലാ മാസവും എന്നുള്ള രീതിയിൽ നമ്മളൊരു ടൈം ടേബിൾ, ഒരു വാശി നമ്മൾ ഉണ്ടെങ്കിലേ നമുക്ക് സ്റ്റാർട്ടപ്പ് കിട്ടുള്ളൂ. ചിലവർക്ക് മടിയാണ്, ദൂരമല്ലേ, സമയം ഉണ്ടാവില്ല എന്നൊക്കെ. വൺസ് നമ്മൾ ആ സമയം കണ്ടെത്തി അവിടെ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ കറക്റ്റ് ഫോമിലേക്കാണ് പോകണമെന്നുള്ളത്. പിന്നെ ജീവിതം വളരെ വളരെ സന്തോഷകരമാവുക. ജോലിയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉയർച്ച വരിക, ബിസിനസ് ആണെങ്കിലും നല്ല രീതിയിൽ ഉയർച്ച വരിക. കാരണം സിദ്ധന്മാർ വിചാരിച്ചാൽ എന്താ നടക്കാതെയുള്ളത്? അങ്ങനെയുള്ള സിദ്ധന്മാരുടെ അടുത്ത് പോകാനാണോ മടി? അപ്പോൾ നമുക്ക് കഷ്ടപ്പാടും ദുരിതങ്ങൾ അനുഭവിക്കാനാണ് ഇഷ്ടം. വൺസ് നമ്മൾ അവർ സറണ്ടർ ചെയ്ത് അവർക്ക് ധ്യാനിക്കാനുള്ള അവരുടെ ഈ സമാധികളിൽ അവർ പറഞ്ഞു തന്ന എനർജി പോയിന്റ്സിൽ നമ്മൾ ചെന്ന് ധ്യാനിക്കാനിരുന്നാൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. പിന്നെ ആ ജാതകങ്ങളൊക്കെ എടുത്ത് കീറിക്കളയാം. കാരണം അവർ ഡയറക്റ്റ് ചെയ്യുന്ന ലൈഫായിരിക്കും നമ്മുടേത്. ഒരിക്കലും കുറുക്ക് വഴികളിലൂടെ പോകാതെ നല്ല വഴി കാട്ടി അവർ തരും. അവർ തന്നെ നമുക്ക് ഗുരുവായി വരും. നമുക്ക് തന്നെ ഒരു ഗുരുജ്ഞാനി എന്നുള്ള പദവിയിലേക്ക് അവർ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. കാരണം സിദ്ധന്മാർ സത്യമുള്ളവരാണ്. ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള ആശയങ്ങൾ മനുഷ്യരാശിക്ക് ഉതകുന്ന രീതിയിൽ മനുഷ്യരാശിക്ക് വേണ്ടി ജീവിച്ചവരാണ് സിദ്ധന്മാർ. ഇന്ന് നാം A to Z കാര്യങ്ങൾ അതൊക്കെ അവർ നമുക്ക് തന്ന പൈതൃകമാണ്. ഇപ്പോൾ ബോഗർ, മന്ത്രം, തന്ത്രം, മാർഷൽ ആർട്സ്, നാം ഇന്ന് കേരളത്തിൽ കാണുന്ന കഥ, ഈ പറയുന്ന കളരിപ്പയറ്റ്, ഇതൊക്കെ ബോഗറിൻ്റെ കയ്യിൽ നിന്നും വന്നതാണ്. മന്ത്രം, സിദ്ധമരുന്നുകൾ, കായകൽപ്പമുറകൾ ഒക്കെ. പിന്നെ ബോഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നവപാഷാണ ശില ഉണ്ടാക്കുന്ന കുറേ വിദ്വാൻമാരെ അവിടെ നമുക്ക് കാണാം. പക്ഷേ ഒന്ന് നാം മനസ്സിലാക്കണം, അതിലെ 2 പാഷാണത്തിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറയാം. അതിൻ്റെ എനർജി എന്താണെന്ന് ഞാൻ പറയാം. അതായത് കുതിരൈ പാഷാണം ഒന്നുണ്ട്. ആ പാഷാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പാഷാണത്തെ നോക്കുമ്പോൾ തന്നെ കണ്ണ് അടഞ്ഞു പോകും. മീൻസ് പിന്നെ ആ കണ്ണുകൾ കൊണ്ട് വേറൊന്നും ദൃശ്യമാവത്തില്ല. അടിച്ചു പോകുമെന്ന് പറയത്തില്ലേ, ഫ്യൂസ് ബൾബ് അടിച്ചു പോകുന്ന
അത്രക്ക് വീര്യമുള്ളതാണ് കുതിരൈപ്പാഷാണം. പിന്നെ വെള്ളൈപ്പാഷാണം, ആ പാഷാണത്തിൻ്റെ മേല് നമ്മളൊരു വിരൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന ആസിഡ് പവറായിട്ടുള്ളതാണ് വെള്ളൈപ്പാഷാണം. അപ്പോൾ ബാക്കിയുള്ള പാഷാണം എങ്ങനെയിരിക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള 9 പാഷാണങ്ങൾ ക്രോഡീകരിച്ച് തത്തുല്യ അളവിൽ ആക്കണമെങ്കിൽ ഭോഗർ ആരായിരിക്കണം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സ്വയം കായകൽപ്പമുറകൾ, സ്വയം ശരീരം കായകൽപ്പം ചെയ്ത് നവഖണ്ഡയോഗ ഇതെല്ലാം ഭോഗർ ചെയ്തതാണ്. ഭുവനേശ്വരി ദേവിയുടെ അനുഗ്രഹവും ദണ്ഡായുധപാണിയുടെ അനുഗ്രഹവും കൂടി ചേർന്ന എനർജിയാണ് ഭോഗർക്കുള്ളത്. അങ്ങനെയുള്ള ഭോഗറാണ് ഈ പറയുന്ന വെരി വെരി ഡേഞ്ചറായിട്ടുള്ള പാഷാണങ്ങളെ ക്രോഡീകരിച്ച് തത്തുല്യ പ്രയോഗത്താൽ നവപാഷാണശില പഴനിയിൽ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സിദ്ധന്മാർ 18 പേർ, അതായത് 17 പേരിലും ചെയ്യാൻ പറ്റാത്ത ഭോഗർക്ക് മാത്രം സിദ്ധിയാർജിച്ചിട്ടുള്ള കഴിവാണ് ഈ പറയുന്ന പാഷാണങ്ങളെ ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കുമ്പോൾ വെറും അല്പായുസായിട്ടുള്ള നാം മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ പറയുന്ന നവപാഷാണ ശില ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് യുക്തിയുള്ളവന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണ അറിവില്ലാത്ത നമ്മളെപ്പോലുള്ളവരുടെ കണ്ണിൽ പൊടിയിടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന തട്ടിപ്പ്. അത് നാം മനസ്സിലാക്കണം. അതായത് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ബ്രെയിനിലൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഭഗവാൻ. ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ്. ആ കഴിവാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത്. കാരണം കലിയുഗമാണ്, പറ്റിക്കപ്പെടാം. ഇന്ന് മതങ്ങൾ ധാരാളമുണ്ട്, മതപണ്ഡിതന്മാർ ധാരാളമുണ്ട്. ഇവരൊക്കെ പറയുന്ന എല്ലാ കാര്യവും നമ്മൾ ഗ്രഹിച്ച് അതുപോലെ ജീവിക്കുന്നതല്ല നമുക്ക് വേണ്ട കഴിവ്. അവർ പറയുന്നത് വ്യക്തതയോടെ അനലൈസ് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നാം ഇന്ന് ഓരോരുത്തർക്ക് ആവശ്യമാണ്. കാരണം മേളിൽ ആകാശമല്ല ഭൂമിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു ജനത ഈ കലിയുഗത്തിൽ, അതും വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇതിന് അടിമപ്പെടുന്നത്. അപ്പോൾ നാം ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ പല പല തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ട്. ഇന്നൊരു ന്യൂസ് ചാനൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും കഥ. അപ്പം അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ശരിയായ ഭഗവാന്റെ DNA നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട്. ആ DNA ശരിക്കും മനസ്സിലാക്കി അതിനെ ബൂസ്റ്റ് ചെയ്ത് അതിനെ പക്വതപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന ശക്തിപീഠങ്ങൾ അവിടെ പോയി നമ്മൾ ധ്യാനിക്കാനിരിക്കാനും, അതുപോലെ എന്താണ് ശരി എന്താണ് തെറ്റ്. ഇപ്പം മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിച്ചാൽ ആത്മീയ കാര്യങ്ങളിൽ അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം നൽകാൻ പ്രാപ്തമാക്കുന്ന ഉദകത്തിലാണ് അവർ നമ്മളെ വാർത്തെടുക്കുന്നത്. അതായത് ഒരു സ്വയം ഒരു ഗുരു എന്നുള്ള ഒരു തത്വത്തിലേക്ക്, ഒരു സ്റ്റാൻഡിലേക്ക് അവർ നമ്മളെ എത്തിക്കും.
എന്താണ് അവർ പഠിപ്പിച്ചത് എന്നല്ല നമ്മൾക്ക്. ഒരു വ്യക്തി നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കറക്റ്റായ ഉത്തരം നിങ്ങളിൽ കൂടി വന്നിരിക്കും. അതാണ് സിദ്ധന്മാരെന്ന് പറയുന്നത്. അല്ലാതെ അവരെ നിങ്ങളെ മുമ്പിലിരുത്തി കുറേ പാഠങ്ങൾ പഠിപ്പിക്കുന്നതല്ല അവരുടെ വൈബ്. കറക്റ്റ് ഫോമിൽ എന്ത് പറയണം, മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് അവൻ ചോദിച്ച ചോദ്യത്തിന് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ, എന്നാൽ അവന് മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്. അവർക്ക് ഡയറക്റ്റ് വന്ന് അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിലൂടെ അവരത് പ്രകടമാക്കും. അവരെല്ലാ സിദ്ധികളും അണിമ ഗരിമ എല്ലാം മനസ്സിലാക്കി അടിച്ച് കലക്കി കുളിച്ചവരാണ് അവരവതരിക്കും. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവരെല്ലാം നമ്മളിൽ കൂടി അത് വൈബ് ചെയ്യും. നാം ഈ പറയുന്ന രീതിയിൽ കറക്റ്റ് ഫോമിൽ എനർജി പോയിന്റ്സ് വിനിയോഗിച്ചാൽ കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും അവിടെ ധ്യാനിക്കാനിരുന്നാൽ മതി. അതെല്ലാ മാസത്തിലും നല്ല രീതിയിൽ ഇരിക്കുക. ബാക്കി കാര്യം അവർ ചെയ്തോളൂ. പക്ഷെ നമുക്കതിന് സമയം ഉണ്ടാവില്ല. അവിടെ പോകാൻ അത്രയും ദൂരമല്ലേ. സാധാരണ ആ വ്യക്തിക്കിഷ്ടം ഈ ദുരിതവും കടവും എല്ലാമാണ്. പക്ഷെ അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാൻ ഉതകുന്ന രീതിയിലാണ് അവരുടെ സിദ്ധികൾ എന്ന് നാം മനസ്സിലാക്കുക. മനുഷ്യന് നല്ല വഴി കാട്ടാനും അവൻ്റെ ജീവിതത്തെ നല്ല രീതിയിൽ ഉയർത്തുവാനും സിദ്ധന്മാരെ കൊണ്ടേ പറ്റുള്ളൂ. ഇന്ന് ഉച്ചശ്രേണിയിലിരിക്കുന്നവരെല്ലാം സിദ്ധന്മാരുടെ അനുഗ്രഹത്തോടുള്ള ജീവിക്കുന്നവരാണ്. ഈ പറയുന്ന സുക്കംബർഗും ഈ പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഓണറൊക്കെ നീം കരോളിയുടെയാണ്. അതേപോലെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക പ്രഭുക്കന്മാരുടെയും എല്ലാവരുടെയും വീട്ടിൽ സിദ്ധന്മാരുടെ വിളക്ക് കത്തിച്ചുണ്ടാവും. അതാണ് സിദ്ധന്മാരെന്ന് പറയുന്നത്. പക്ഷെ മലയാളികളായ നമുക്ക് സിദ്ധന്മാർ അത്ര കണ്ട് പോപ്പുലർ ആയിട്ടില്ല. പക്ഷെ അത് നമ്മളാവണം. കാരണം ഇന്ന് പൊളിറ്റിക്സ് എല്ലാം സിദ്ധന്മാരുടെ അനുഗ്രഹത്തോട് ജീവിക്കാൻ പ്രാപ്തമാക്കത്തുള്ളൂ. കേരളത്തിലെ പൊളിറ്റീഷ്യൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവരെല്ലാം സിദ്ധന്മാർ വഴിപാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിൽ കൂടുതൽ എക്സാമ്പിൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതില്ല. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിൽ തന്നെയും സിദ്ധന്മാരുടെ അനുഗ്രഹത്തോടെ പോകുന്നവരാണ്. കാരണം കോടികൾ മുടക്കിയിട്ടുള്ള ഗെയിമാണ് ഫിലിം ഇൻഡസ്ട്രിയും പൊളിറ്റിക്സും ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ സിദ്ധന്മാരുടെ അനുഗ്രഹം കൂടിയേ തീരും. പക്ഷെ നെഗറ്റീവ് ആയാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഒരു ഗതിയും പിടിക്കില്ല എന്നുള്ളതാണ്. സിദ്ധന്മാരുടെ ശാപം എന്ന് പറയുന്നത് വളരെ വളരെ ഡേഞ്ചറാണ്. അവരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ 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 എത്ര ലെവലിൽ നമ്മളെ ഉയർത്താമോ ആ തലത്തിലേക്ക് അവർ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. പക്ഷേ മനുഷ്യദ്രോഹമാണ് അവരുടെ കഴിവുകൾ വഴി ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ എത്ര ജന്മമെടുത്താലും നരകിച്ച് നരകിച്ച് തന്നെ ജീവിക്കുകയുള്ളൂ. അതാണ് സിദ്ധന്മാർ. അപ്പോൾ സിദ്ധന്മാരെ വഴിപ്പെടുക. നമ്മുടെ ഏത് ദുഃഖമായിക്കോട്ടെ, ദുരിതമായിക്കോട്ടെ, അവസ്ഥകളായിക്കോട്ടെ, അവർക്ക് മാറ്റാൻ
പറ്റും. അവർക്കേ മാറ്റാൻ പറ്റുള്ളൂ. ഭഗവാൻ എവിടെ ഭഗവാൻ നമ്മളിങ്ങനെ ഇമ്പോസിഷൻ പറയണ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഭഗവാനെ കാട്ടിത്തരാനുള്ള സിദ്ധികൾ സിദ്ധന്മാരുടെ കയ്യിലേ ഉള്ളൂ. അവരെ വഴിപ്പെടൂ. ഭഗവാൻ നമ്മുടെ ഒരു വിരൽത്തുമ്പിൻ്റെ ദൂരം പോലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അതേപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് പറയണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ. अशेषान् विहितान् हरे शमस्वत्वं शेषशैलशिखामणे